ഹലോ, ഞങ്ങളതാ ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴി ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നല്ല ചായക്കടയിൽ തന്നെ കയറി കേട്ടോ. അപ്പോൾ അവിടെ ദാ അടിപൊളി ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല കടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാനുമോൾക്ക് മക്രോണി മതി എന്ന് പറഞ്ഞിട്ട് അതാണ് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ അവളത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പ്രബി നമ്മുടെ കപ്പേൻ്റെ ഒരു സംഭവമാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ പ്രബി നല്ലൊരു മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. പിന്നെ ഞാനൊരു ചായയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷേ ഞങ്ങൾ മാത്രമാണ് ഹാപ്പി ആയിരുന്നത്. ഞാനും എന്തോ പറഞ്ഞിട്ട് പപ്പയായിട്ട് നല്ല അടിയായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ പോകുന്ന വഴി ഞാൻ കുറച്ച് സാഡായിരുന്നു. ഞാനതിന് പിന്നെ കുറച്ച് ചെറിയ കാര്യങ്ങൾ മതി ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം സങ്കടമൊക്കെ വരാനായിട്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴി ഞങ്ങളുടെ കൂടെ വേറെ ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാനും ഹാപ്പി ആയിട്ടോ. ഞാനും എൽഗക്കുട്ടിയും നല്ല കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക ഗെറ്റ് ടുഗദറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ബബിത ഗിരീഷ് ഫാമിലിയുടെ വീടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലേഡീസൊക്കെ ആദ്യം തന്നെ അടുക്കളയിലാണ് ഇടിച്ച് കയറിയത്. എന്നുവെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുള്ളത്. ഇതിന് മുൻപ് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾ മുൻപ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റേതായ സന്തോഷവും പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് അവരവരുടേതായ രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ പുതുമോടികളായതുകൊണ്ട് ഇവരെ ഞങ്ങൾ അകത്താക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കുക്കിങ്ങിൽ ഇങ്ങനെ തുടർന്നു കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബബിതയുടെ അപാര കഴിവ് ഞങ്ങൾ മനസ്സിലാക്കാതെ പോയത്. അവൾക്ക് ഇങ്ങനൊരു അതായത് ഒരുപാട് തരം അച്ചാറുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തത് നമ്മുടെ ബീഫ് അച്ചാറായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ വീണ്ടും എൻ്റെ കുക്കിങ്ങിലേക്ക് വന്നു കേട്ടോ. അതായത് ഞാൻ കപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി കേട്ടോ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നതല്ല, എൻ്റെ അടുത്ത് കഴിച്ചവർ പറഞ്ഞതാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇളക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പ്രബിയും രാകേഷ് ചേട്ടനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ കപ്പയുടെ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണി പ്രസാദം വാങ്ങിക്കുന്നതിനോട്ടാണ് വാങ്ങിക്കുന്നത് വന്നിട്ട്. പിന്നെ അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കൂടി റെഡിയാക്കി കേട്ടോ.